പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. സ്തോത്രം. കർത്താവ് നാം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസികളല്ലാത്തവർ പോലും കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന പാട്ടിലോ അല്ലെങ്കിൽ ഒരു മൂവിയിൽ, സ്ക്രീനിലോ, ടി വി ഷോയിലോ, അല്ലെങ്കിൽ ഒരു കോവർക്കറിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പറിൽ നിന്നോ ഒക്കെ കേട്ട് കാണും. നാമൊക്കെ അത് മെമ്മറൈസ് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കൊരു വലിയ റിമൈൻഡർ. ദൈവത്തെയും സ്വർഗീയ കാര്യങ്ങളെയും നാം നമ്മുടെ മനസ്സിൽ ഫസ്റ്റായിട്ട് കീപ്പ് ചെയ്യണം. നമ്മുടെ എവറിഡേ ലൈഫ്സിൽ നാം അത് കീപ്പ് ചെയ്യണം. ദൈവത്തിൻ്റെ ഗ്രേറ്റ്നെസ്സിനെ അക്നോളജ് ചെയ്യുന്നൊരു പ്രേരണമാണത്. തന്നെയുമല്ല, അതിനകത്ത് നമ്മുടെ എല്ലാ എഫേർട്സും എല്ലാ പരിശ്രമങ്ങളും നമുക്ക് മുന്നോട്ട് ജീവിക്കേണ്ടതിനാവശ്യമായ ഹെൽപ്പും എല്ലാത്തിനുമുള്ള റിക്വസ്റ്റ് ആ പ്രാർത്ഥനയിലുണ്ട്. പ്രൈസ് ഗോഡ്. ഒരു ചെറിയ വേദഭാഗം ഞാൻ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരട്ടെ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 14 വരെ ഉള്ളിടത്താണ് ആ പ്രാർത്ഥന കിടക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നത് കൊണ്ട് ഞാനത് വീണ്ടും ഏറ്റു പറയുന്നില്ല. എന്നാൽ ഓർത്തുകൊള്ളണമേ, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം, ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സ് 8 ഇങ്ങനെ പറയുന്നു: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ആദിമസഭയിലെ ഡിസൈപ്പിൾസും ബിലീവേഴ്സും എല്ലാം വലിയ ആക്ഷൻ മൂവി ക്യാരക്ടേഴ്സാണ്. പ്രൈസ് ഗോഡ്. സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായിരുന്നു, ചെറിയവരും വലിയവരും ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ രക്ഷകനെ അവർ വളരെ സീക്രട്ടായിട്ടാണെങ്കിലും മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തത് യേശു കർത്താവിൻ്റെ കാൽവറി യാഗമാണ്. ഗോസ്പല് വിളിച്ചു പറയുവാനും അത് ഇൻക്രെഡിബിളി ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സംഗതിയാണെന്ന് അവർക്ക് തോന്നിയാൽ പോലും അവരത് ഷെയർ ചെയ്യുമായിരുന്നു. റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ധാരാളം ആ കാലത്തുണ്ടായിരുന്നു. സിനഗോഗുകളും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ശക്തിയും സെഞ്ചുറികളായിട്ട്, യുഗങ്ങളായിട്ട് ഇൻഫ്ലുവൻസും ജനത്തിൻ്റെ മേലുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെക്കുറിച്ച് സാക്ഷിപ്പാൻ തക്കവണ്ണം ശിഷ്യന്മാർക്ക് വലിയ ഉത്സാഹമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ എന്നാണ് പറയുന്നത്, ബുക്ക് ഓഫ് ആക്ട്സ്, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ. ദാറ്റ് ഈസ് ഫസ്റ്റ് ചേർച്ച് ഇൻ ആക്ഷൻ. നമുക്കറിയാം, വീണ്ടും വീണ്ടും ആദിമ നൂറ്റാണ്ടിലെ സഭ ഇറ്റ് വാസ് പെർസിക്യൂട്ടഡ് ആൻഡ് റിഡിക്യൂൾഡ്. വളരുവാൻ കഴിയാതെ വണ്ണമുള്ള അനേക ഹാർഡ്ഷിപ്സ് അവർക്കുണ്ടായിരുന്നു. പക്ഷേ സുവിശേഷത്തിൻ്റെ ആ ഗുഡ് ന്യൂസ് ഉണ്ടല്ലോ, അത് സ്പ്രെഡ് ചെയ്യുന്നതിൽ അവർ വലിയ എഫേർട്ട് എടുത്തു. എന്തുകൊണ്ട് അത് സ്പ്രെഡ് ചെയ്യാൻ പറ്റി? കാരണം യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും അവൻ്റെ അത്ഭുത പ്രവൃത്തികളും എല്ലാം അവർ മറ്റുള്ളവരോട് പറയുന്നതിൽ ഉത്സാഹികളായിരുന്നു. ഏർലി ബിലീവേഴ്സ് അങ്ങനെയായിരുന്നു ദൈവമക്കളെ. ഫിലമോൻ വേഴ്സ് 6, കാരണം ഒരു ചാപ്റ്ററേ ഉള്ളൂ, 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു: എൻ്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതായത് പൗലോസ് അപ്പോസ്തലൻ താൻ തടവറയിലായിരുന്നപ്പോൾ ജനിപ്പിച്ച തൻ്റെ മകൻ ഒനാസിമോസിനെ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് ഫിലമോന് ഒരു എഴുത്ത് കൊടുത്തു വിടുകയാണ്. എത്ര വലിയ ദൈവസ്നേഹം! ലീഡേഴ്സ് എന്നുള്ള വാക്ക് നമുക്കറിയാം, ലേണേഴ്സ് എന്നുള്ള വാക്ക് നമുക്കറിയാം. എന്നാൽ
ഇങ്ങനെ ഒരു ഫ്രേസ് ഇംഗ്ലീഷിലുണ്ട്, ലീഡേഴ്സ് ആർ ലേണേഴ്സ്. ബിസിനസ് വേൾഡിലൊക്കെ ഉള്ള ചില CEOs അവരുടെ ലേറ്റസ്റ്റ് ബയോഗ്രഫി ഷെയർ ചെയ്യാൻ, അവരുടെ സെൽഫ് ഹെൽപ്പ് ബുക്ക് അവരെ റീഷേപ്പ് ചെയ്യുവാൻ എങ്ങനെ അനുവദിച്ചു എന്നുള്ളതൊക്കെ വലിയ പ്രാധാന്യത്തോടെ ഓർക്കാറുണ്ട്. Advice is great for everyone. The more we learn, the better we can be when it comes to leading those around us. ശരിയല്ലേ? എന്നാൽ നാം നമ്മുടെ ഫെലോ ബിലീവേഴ്സിനെയും മനസ്സിലാക്കിയിരിക്കണം. മറ്റുള്ളവരുടെ പേഴ്സണൽ സ്റ്റോറീസ് നാം കൂടുതലായിട്ട് മനസ്സിലാക്കുമ്പോൾ, അവർ യേശു ക്രിസ്തുവിനെ എങ്ങനെ അറിഞ്ഞുവെന്നും എങ്ങനെ സ്നേഹിച്ചുവെന്നും എന്നൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ നമുക്കും തമ്മിൽ മനസ്സിലാക്കുവാൻ കഴിയും. യേശുവിനെക്കുറിച്ച് ചിന്തിക്കുവാനും യേശുവിനെ സ്നേഹിപ്പാനും കൂടുതലായി കഴിയണം. ഒന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പോകരുത് ചിന്തകൾ. പലപ്പോഴും നമ്മുടെ പേഴ്സ്പെക്റ്റീവിൽ നാം ലിമിറ്റഡായിട്ട് നിൽക്കും. നമുക്ക് വേണ്ടി വലിയ കാര്യം ചെയ്ത ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ നാം മടിച്ചു നിൽക്കും. ദൈവമക്കളെ, അങ്ങനെ മടിച്ചു നിൽക്കരുത്. അത് ദൈവത്തോട് കാണിക്കുന്ന നന്ദികേടാണ്. ദൈവം നമുക്ക് ചെയ്ത് തന്ന ചില സംഗതികളൊന്ന് വിളിച്ചു പറവാൻ തക്കവണ്ണം, അതായത് ഒന്ന് സാക്ഷ്യം പറവാൻ തക്കവണ്ണം ഒരുക്കം ജീവിതത്തിലൊന്നെടുക്കാമോ? ഒരു തീരുമാനം ജീവിതത്തിലൊന്ന് എടുക്കാൻ പറ്റുമോ? യെശയ്യാവ് 6-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. യെശയ്യാവ് 5-ാം അധ്യായം വരെ ചുറ്റുമുള്ളവരെ നോക്കി പ്രവചിച്ച് അവരുടെ കുറ്റം കണ്ടുപിടിച്ചിരുന്നു. എന്നാൽ 6-ാം അധ്യായത്തിൽ വന്നപ്പോൾ അവനെ തന്നെ ഒന്ന് നോക്കി. യെശയ്യാവ് 6:8. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടുവാർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട്, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. പ്രൈസ് ഗോഡ്. തൻ്റെ നാവ് ദൈവസന്നിധിയിൽ ശുദ്ധീകരിക്കുവാനിടയായി. അതിനുശേഷം ദൈവത്തിൻ്റെ വിളി കേട്ട് അതനുസരിക്കുവാൻ താൻ സമർപ്പിച്ചു. നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നമ്മെ ഓരോരുത്തരെയും കൊണ്ട് കർത്താവിനൊരു പ്ലാനുണ്ട്, ഒരു പദ്ധതിയുണ്ട്. ദൈവം ഇവിടെ യെശയ്യാവിനെ എവിടേക്ക് അയക്കുന്നത്, എന്ത് മിഷനാണ് കൊടുക്കുന്നത്, എങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്തേക്കാണ് അയക്കുന്നത്, ഒന്നും യെശയ്യാവിനറിയത്തില്ല. ആര് പോകുമെന്ന് ചോദിച്ചു, അത്രയേ ഉള്ളൂ. യെശയ്യാവ് പറഞ്ഞു, ഞാൻ പോകുമെന്ന്. നമുക്കെല്ലാം ജീവിതത്തിലൊരു ചോയ്സ് തന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യം നാം അത് ചെയ്തിരിക്കണം. അല്ലാതെ മാറി നിന്ന് ആരാണ് ദൈവത്തിൻ്റെ വിളി കേട്ട് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കി കാണാൻ വേണ്ടി മാറിയിരിക്കരുതേ. യെശയ്യാവ് ഉത്തരം പറഞ്ഞതുപോലെ നമുക്ക് ഉത്തരം പറയാൻ കഴിയണം. We are all called to share our stories with the world. നമുക്കെല്ലാം സുവിശേഷം സ്പ്രെഡ് ചെയ്യുന്നതിന് ഒരു റോള് ദൈവം വെച്ചിട്ടുണ്ട്. യേശു കർത്താവിനെ അറിയാത്തവരെ നമ്മുടെ ചുറ്റും നശിച്ചു പോകുമ്പോൾ, ദൈവമക്കളെ, അടുത്ത സമയം നിങ്ങളൊരു ചോദ്യം കേൾക്കുകയെന്ന് വെച്ചാൽ, ഹൂ വിൽ ഗോ, വാട്ട് വിൽ യുവർ ആൻസർ ബി? അടിയനെ അയക്കണേ എന്ന് നിനക്ക് പറയാൻ കഴിയുമോ? തീർച്ചയായും അങ്ങനെ പറവാൻ തക്കവണ്ണമുള്ള വലിയ കൃപ നിങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് പോവുക. ദേശത്ത് നടക്കുന്ന ഓരോന്നും വിളിച്ചു പറയുന്നത് അതാ, കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപമായി. നമ്മൾ സുവിശേഷം അറിയിക്കാൻ മേലാതെ പറയുന്നുണ്ടല്ലോ, അവൻ്റെ അകൃത്യത്തെക്കുറിച്ച് അവനെ ഓർമ്മിപ്പിക്കാഞ്ഞാൽ, ദുഷ്ടനോട് അവൻ്റെ അകൃത്യത്തെക്കുറിച്ച് നാം ഓർപ്പിക്കാഞ്ഞാൽ, ദുഷ്ടൻ തൻ്റെ അകൃത്യത്തിൽ മരിച്ചു, പക്ഷേ അവൻ്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കുമെന്ന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
ഭയത്തോടെ ദൈവത്തെ സേവിപ്പാൻ സമർപ്പിച്ചു കൊടുക്കുക. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, സുവിശേഷത്തിൻ്റെ വ്യക്താക്കളാക്കി ഞങ്ങളെ തീർക്കണമേ. ദൈവസന്നിധിയിൽ നിന്ന് ശക്തി പ്രാപിച്ച് പുറപ്പെട്ടു പോകുവാൻ, ടു സ്പ്രെഡ് ദ ഗോസ്പൽ, ആ ഒരു ദൗത്യം ഏറ്റെടുത്തതിന് വേണ്ടി ശോഭിപ്പാൻ്റെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.